നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ തോൽവി ഏറെക്കുറെ ഉറപ്പായതാണ്. കോൺഗ്രസ് വിട്ടുവന്ന സരിനെ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയതോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം പ്രവചിക്കുന്ന പാലക്കാട് എന്ത് നടക്കുമെന്ന ആകാംക്ഷയുണ്ട്. UDFും BJPയും ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട്. ഈ സാഹചര്യത്തിലാണ് ഇലക്ഷൻ തലേന്ന് LDF പാലക്കാട് ഒരു 18ാം അടവ് പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അടവ് LDFന് തന്നെ പാരയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പാലക്കാട് തോൽവി ഉറപ്പായ LDF ചില കുറുക്കുവഴികളാണ് നോക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടാതെ ചട്ടം ലംഘിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുകയാണ് CPM. എന്തായാലും ഇതിനെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ മരക്കാർ മാരായമംഗലമാണ് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നത് എന്നും നാട്ടിൽ മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന നടപടിയാണ് എന്നുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDFന്റെ പരാതിയിൽ പറയുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് ഒരു നാൾ ബാക്കിയിരിക്കെയാണ് സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്തിയുള്ള ഇടതുമുന്നണി പത്രപരസ്യം വിവാദത്തിലായിരിക്കുന്നത്. ഇരു സുന്നി വിഭാഗങ്ങളുടെയും മുഖപത്രത്തിലാണ് ഈ പരസ്യം നൽകിയത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റ് പത്രങ്ങൾക്കൊന്നും പരസ്യം കൊടുക്കാതെ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം LDF പരസ്യം കൊടുത്തത് എന്തിനാണെന്ന് കഞ്ഞി കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതിനെതിരെയാണ് ഇപ്പോൾ UDF ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്നത്. BJP വിട്ട സന്ദീപ് വാര്യരെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം പാളുകയും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തതോടുകൂടിയാണ് സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പോൾ LDF തിരിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പാർട്ടിയിലേക്ക് എത്തിച്ചത്. അത് BJPക്കും അതേസമയം LDFനും കനത്ത അടിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ LDFും BJPയും ശ്രമിക്കുന്നത്. പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ഏകദേശം സുനിശ്ചിതമാണ് എന്ന ചില പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്.